പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു, ധ്യാനിക്കുകയായിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിന്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? വേദന അനുഭവിക്കുന്നുണ്ടോ? സഹനങ്ങളുണ്ടോ? നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലേ? നീ എത്ര പ്രാർത്ഥിച്ചിട്ടും അതിന് ഉത്തരം കിട്ടുന്നില്ലേ? നിന്റെ മക്കളുടെ കാര്യം എങ്ങനെയാണോ? നിന്റെ കുടുംബത്തിന്റെ കാര്യം എങ്ങനെയാണോ? കടബാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണോ? എങ്കിൽ നീ വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ കൃപ വർഷിക്കാൻ വേണ്ടി ഒരു സമയമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് പറ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യം എന്താണ്? എൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന സമയം ഏതാണ്? കർത്താവെ, ആ സമയം എന്ന് വേഗമാക്കണം. കർത്താവെ, വേഗം പറയണം. മാറാനാത്ത വേഗം പറയണേ. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം വർദ്ധിക്കണേ, കൃപ വർഷിക്കണമെന്ന് അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 1000 വർഷങ്ങളെ ഒരു ദിവസമാക്കാനും ഒരു ദിവസത്തെ 1000 ദിവസമാക്കാനും കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കർത്താവ് പറയുകയാണ്, സക്രിയായി എലിസബത്തിനെ നീ നോക്കിക്കേ. ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടിൻ്റെ, വേദനയും സഹനത്തിൻ്റെ നിമിഷങ്ങൾ കടന്നുപോയി. പക്ഷെ കർത്താവിനെ മുറുകെ പിടിച്ചു, പ്രാർത്ഥനയെ മുറുകെ പിടിച്ചു, ഭക്താനുഷ്ഠാനങ്ങളെ മുറുകെ പിടിച്ചു. അതിലൊന്നും യാതൊരു കുറവും അവർ വരുത്തിയില്ല. ഈ കുറവ് വരുത്താനുള്ള അവരുടെ യാത്രയ്ക്കൊടുവിൽ കർത്താവ് കൊടുത്തു. അത് ഒരിക്കലും മായാത്ത, ഒളിമങ്ങാത്ത സൗഭാഗ്യം അവിടുത്തെ സ്ത്രീകളിൽ ജനിച്ചവർ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. കാരണം ഈ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി ഈ സഹനത്തിലൂടെ, ഞെരുക്കത്തിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് നീ ഞെരുക്കത്തിലാണോ, സഹനത്തിലാണോ, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലേ? ഈ സഹനത്തിൻ്റെ നടുവിൽ കർത്താവിന് ഒരു വലിയ പദ്ധതിയുണ്ട്, ഒരു വലിയ ലക്ഷ്യമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ കാര്യങ്ങളിലേക്ക്, ലക്ഷ്യത്തിലേക്ക്, കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് എല്ലാ പ്രതീക്ഷകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ ഇരു കാര്യങ്ങൾ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഉയർത്തുകയാണ്. ഒത്തിരി വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അത് 1 മിനിറ്റല്ല, 2 മിനിറ്റല്ല, ഒത്തിരി പ്രാർത്ഥിക്കണം. കാരണം സ്തുതികളിൽ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങളും അടയാളം ഭക്ഷിക്കുക. അതുകൊണ്ട് ഒത്തിരി അനുഗ്രഹത്തോടും തീഷ്ണതയോടും കൂടെ കാര്യങ്ങളെ പിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അനുഗ്രഹ നിമിഷങ്ങളിൽ ഒത്തിരി നമ്മുടെ ഇടയിലേക്ക് ആവരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവായ യേശുവേ, ഈ ആരാധന സമൂഹത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ധ്യാന വിഷയമാക്കിയ കർത്താവിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടാൻ കർത്താവിന് സമയമുണ്ട്, കർത്താവിന് ലക്ഷ്യമുണ്ട്. അങ്ങയുടെ ലക്ഷ്യം, അങ്ങയുടെ സമയം ഈ നിമിഷങ്ങളിൽ ഈ പ്രാർത്ഥനാലയത്തിൽ ഒരുമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും അങ്ങ് സ്വപ്നം കാണുന്ന, അങ്ങ് പ്രതീക്ഷിക്കുന്ന അങ്ങയുടെ സമയം ഈ നിമിഷങ്ങളിൽ സംജാതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രഘോഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കിട്ടണം, ഭാഷാവരത്തിൽ സ്തുതിക്കണം. അങ്ങനെ സ്തുതിച്ചാലേ ശരിയാവുള്ളൂ. ഹല്ലേലൂയ. ഭാഷാവരം കിട്ടിയാത്ത ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഗുണം, ഒന്ന് മടക്കിയില്ല, രണ്ട് സ്തുതിച്ചുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാഷാവരത്തിൽ വരുന്ന പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ഭാഷാവരത്തിന് വേണ്ടി ആഗ്രഹിക്കണം. എന്ത് നിമിഷം നമ്മൾ ഭാഷാവരത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കാരണം നിങ്ങൾ, എനിക്ക് തോന്നുന്നു ആൾക്കാരെ എല്ലാവരും ഒരുപോലെ എല്ലാ ആഴ്ചയിലും വരുന്ന ആൾക്കാർ തന്നെ അല്ലെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് പേരൊക്കെ ചുരുക്കമൊക്കെ ഉള്ളത് കുഴപ്പമില്ല, അവരെ നമ്മൾ ഭാഷാവരത്തിലാക്കിക്കോളാം. അപ്പൊ നമ്മളിവിടെ വന്ന് പോകുമ്പോൾ ദൈവത്തിന്റെ കൃപകൾ നമുക്ക് ലഭിക്കണം. ഹല്ലേലൂയ. കിട്ടും. കാരണം നിങ്ങൾ കുമ്പസാരിക്കുന്നതാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതാണ്, അത് കിട്ടും. കാരണം പ്രാർത്ഥിക്കാനുള്ള ആദ്യത്തെ സ്റ്റേജാണ് ഭാഷാവരം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ വേണ്ടി, മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒന്നാമതായിട്ട് കൊടുക്കുന്ന കാര്യമാണ് ഭാഷാവരം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് വേറെ ആർക്കും കിട്ടുന്നതൊന്നുമല്ല, എല്ലാ ആൾക്കാർക്കും ദൈവം പ്രാർത്ഥിക്കാനായിട്ട്, ദൈവമേ എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം ആദ്യം പഠിപ്പിക്കുന്നതാണ് ഭാഷാവരം. ഭാഷാവരം വേഗം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ, പ്രാർത്ഥനയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു മനുഷ്യനെ സഹായിക്കുന്നതാണ് ഭാഷാവരം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വരം നമുക്ക് കിട്ടണം. ഇന്ന് നമ്മളൊന്ന് ശ്രമിക്കുകയാണ്, കിട്ടും, എല്ലാവർക്കും കിട്ടും. എല്ലാവരും ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി. ഒന്ന്, അങ്ങനെ കർത്താവിൻ്റെ കൊടുക്കണം. കട്ടിച്ചു പിടിച്ച് നമ്മൾ ഞാൻ തന്നെ ഇത് നിയന്ത്രിക്കുന്നുള്ളൂ, ഞാൻ മാത്രം സ്തുതിക്കുന്നുള്ളൂ എന്ന് പറയണ്ട. നീ നാവിനെയും കർത്താവിൻ്റെ അരയിലേക്ക് കൊടുക്കുക. കർത്താവ് പറഞ്ഞു. അപ്പോൾ ചില ആൾക്കാർ ഇതെന്തൊരു ഭാഷയത്, ഇത് ഞാൻ തന്നെയാണ് പറയുന്നത്. ഇടയ്ക്ക് ആളിങ്ങനെ പിച്ച് നോക്കും, ഞാൻ തന്നെയാണ് ഇത് പറയുന്നത്, ഇതെന്താ സംഭവം, എനിക്ക് എന്താ പോയതോ. പണ്ടേ ഒരു പിരിയില്ലായിരുന്നു, ഈ രാത്രി മറ്റേ പിരിവിടെ പോയോ, അങ്ങനെ തോന്നുന്നു. അത് പിരി പോകുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്ന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേച്ചിമാരുടെ എടി, നീ പോകുമ്പോൾ സൂക്ഷിച്ചോണം, നിനക്ക് ഒന്നാതെ ഒരു വിധി കുറവാണ്. നാളെ രാവിലെ വരുമ്പോൾ മറ്റേ പിരിയോട് അവിടെ കളഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കുകയാണ് എന്ന് ചിലപ്പോൾ പറയുന്ന ഒരാൾക്കാരുണ്ടായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പറയണം, മനുഷ്യ ആ പിരി പോയപ്പോൾ പോട്ടെ, എനിക്ക് നല്ലൊരു പിരി കർത്താവ് നൽകിയിട്ടുണ്ട്, എന്നിട്ട് സ്തുതിച്ചും കേൾപ്പിക്കണം. ചില ആൾക്കാർ ഇത് പറയും, കാര്യമാക്കണ്ട. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സന്തോഷം കേട്ടോ. ഭാഷാവരം കഴിഞ്ഞിട്ട് സ്തുതിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അതിപ്പോൾ ചില പറഞ്ഞാൽ മനസ്സിലായാലും അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഹല്ലേലൂയ. അല്ലേ? ഒന്ന് നമുക്കറിയാം, പത്രോസ്, യാക്കോബ്, യോഹന്നാനും യേശു രൂപാന്തരപ്പെടുന്ന സമയത്ത് ഒരു വലിയ കൃപ കിട്ടി അല്ലേ? അതുവരെ യേശുവിൻ്റെ കസേര എപ്പോൾ വലിക്കണമെന്ന് നോക്കിയിരുന്ന പത്രോസ് അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്നാണെന്നറിയാമോ? കർത്താവേ, ഇവിടെ ആയിരിക്കും നല്ലതാ, ഞാൻ 3 കൂടാരം പണിയാം. എന്നിട്ട് അവൻ പറഞ്ഞ എനിക്ക് വേണ്ടി പണിയാന്നല്ല പറഞ്ഞ്, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. പത്രോസ് ബുദ്ധിപൂർവ്വം മറുപടി പറയുന്നത് ഞാൻ ഒരു സ്ഥലത്തെ കണ്ടിട്ടുള്ളൂ, അതെവിടെയാ? ഈ താബോർ മലയെ വെച്ച. വേറെ എല്ലായിടത്തെല്ലാം പത്രോസ് ഉടായിപ്പിന് കയ്യങ്കാലം വെച്ചേക്കുന്ന ആളായിരുന്നു പത്രോസിന്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് മാത്രം പത്രോസ് പറഞ്ഞ വാക്ക് ഭയങ്കര. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? താബോർ മലയെ പരിശുദ്ധാത്മാവ് വന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവാണ് ഒരൊറ്റ തള്ളു കൊടുത്താകട്ടെ പത്രോസ് അല്ലേ? അതുവരെ കർത്താവെ എൻ്റെ കാല് കഴുകേണ്ട, എൻ്റെ കാല് കഴുകേണ്ടെന്ന് അവൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ബാക്കി 11 പേരുടെയും കാല് കഴുകുന്നുണ്ട്, എൻ്റെ കാലിലൂടെ കഴിയുമ്പോൾ 11 പേരുടെ പോലെ എന്നെ ആക്കൂലോ എന്നോർത്ത് അവൻ പറഞ്ഞു എൻ്റെ കാല് കഴുകേണ്ടെന്ന്. കാരണം അവൻ തൊട്ട് മുമ്പ് പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സജീവനായ പുത്രനാണെന്ന് പറഞ്ഞത് കൊണ്ട്. അന്നേരം കർത്താവ് പറഞ്ഞു നീ യോഹന്നാന്റെ പുത്രനല്ല, മാംസരക്തങ്ങളല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതുകൊണ്ട് ഇച്ചിരി പൊക്കം അവനുണ്ടെന്ന് അവൻ മനസ്സിലായതുകൊണ്ടാണ് പറഞ്ഞു എൻ്റെ കാല് കഴുകേണ്ട കർത്താവെ, മറ്റുള്ളവരുടെ കാല് കഴിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു എൻ്റെ അവിടെ പങ്കില്ല. അപ്പം പറഞ്ഞു അങ്ങനെയാണ് കർത്താവ് ഒരു വെറൈറ്റി ഇരിക്കട്ടെ, എൻ്റെ തലയോടെ കഴുകണം, തലയോടെ കഴുകണം. കാരണം ബാക്കി 12 പേരുടെയും കാല് കഴുകിയിട്ടിരിക്കുമല്ലേ. അപ്പോൾ എൻ്റെ തലയോടെ കഴിവാണ് ഒരു പ്രത്യേകത. എന്താ? ഒരു വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഈ വ്യത്യാസമൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ താബോർ മലയെ വെച്ച് പറഞ്ഞു ഞങ്ങൾ 3 കൂടാരം പണിയാമെന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്കുന്ന ഏലിയായ്ക്ക്. അത് പരിശുദ്ധാത്മാവ് വളർന്നു വന്നുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിന്നീട് കാര്യം പറഞ്ഞ ഒച്ച കേൾക്കും, ചിലപ്പോൾ അത് പൊക്കോട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആരുടെയാണ് പോയെന്ന് നിങ്ങൾ ആരും
നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ ഇടയ്ക്ക് വേണം നിങ്ങളെ നോക്കാം എങ്ങനെയുണ്ടോ എന്ന് കേട്ടോ. ഇടയ്ക്ക് നിങ്ങളെ മാത്രം ഉണ്ടോ എന്ന് നോക്കാം. ബാക്കിയുള്ളവരെ നോക്കണ്ട, നിങ്ങളെ മാത്രം ഇടയ്ക്ക് പോയത് നിങ്ങൾ നോക്കാം. ബാക്കിയുള്ളവരൊക്കെ അവർ തന്നെ നോക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു 10 മിനിറ്റ് സ്തുതിക്കുക കേട്ടോ. 10 മിനിറ്റ് സ്തുതിക്കുമ്പോൾ 10 മിനിറ്റ് ആരും വായിച്ച് നോക്കണ്ട. മാക്സിമം നമ്മൾ കർത്താവിന് വിട്ടു കൊടുക്കുകയാണ്. നിങ്ങളുടെ നാവുകളെ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ സ്തുതിക്കുക. അപ്പം നമ്മളിങ്ങനെ ഒരു 5-6 വ്യാഴാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ പല വ്യക്തികളും ദർശനവരമുണ്ടാകും. ഭയങ്കര വരങ്ങളായിരിക്കും. അങ്ങനെ നമ്മൾ ശക്തരാകും. ഹല്ലേലൂയ. കാരണം നമ്മുടെ ചെറിയ കൂട്ടായ്മ അത്ര നമുക്ക് ശക്തമാക്കി എടുക്കാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ര ശക്തനാണ്, അല്ലേ? ഹല്ലേലൂയ. അതാണ് കർത്താവ് രാത്രികളിലൊക്കെ ഞാൻ ഇവിടെ ഇരിക്കുക, അപ്പം നീ എനിക്ക് ഈ അനുഗ്രഹം തരണം. അങ്ങനെ ആഗ്രഹിച്ച് വാർത്തകൾക്ക് കർത്താവ് അനുഗ്രഹം കൊടുക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സ്തുതിക്കുക കേട്ടോ. കരങ്ങളെല്ലാം ഉയർത്തട്ടെ. കരങ്ങൾ വെച്ച് വേദനയൊക്കെ എടുക്കും, സാരമില്ല. കർത്താവിന് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീ ഹാല 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 ഹാല. കർത്താവേ കൃപയോടെ എല്ലാവരുടെയും കർത്താവേ യോയ പ്രവാചകൻ വഴി അരുളി ചെയ്ത വാഗ്ദാനം ഈ ആരാധന സമൂഹത്തിലേക്ക് ഈ നിമിഷം നിവർത്തികമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിവിടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും ഭാഷാവിധി സ്തുതിക്കുന്നു, പ്രവചിക്കുന്നു, പ്രവചനങ്ങൾ നടത്തുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നു. നമുക്ക് ആ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകാൻ യോയ പ്രവാചകൻ പ്രവചിച്ചത് ഈ നിമിഷങ്ങളിൽ ഇവിടെ പ്രാവർത്തികമാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ശ്രീ കർത്താവേ സ്വാഗതം. Hallelujah.
നിമിഷങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പറയുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പറയുന്നു. കാര്യങ്ങൾക്ക് പൊള്ളൽ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് പൊള്ളൽ അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്നതാണ്. കർത്താവ് ഉദരഫലം നൽകി അനുഗ്രഹിക്കുന്ന കർത്താവ് ഉദരഫലം കുഞ്ഞിനെ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയോ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് ഈ ഇവിടെ സമൂഹത്തിൽ പ്രാർത്ഥിക്കുകയോ ചെയ്ത വ്യക്തിക്ക് ആർക്കും അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വയറിൻ്റെ ഒരു ഭാഗത്തായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് സമർപ്പിച്ച് നടുവേദന അനുഭവിക്കുന്ന വ്യക്തിയെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കാലത്ത് പോലെ അനുഭവിക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന വളരെ വ്യക്തമായിട്ട് കർത്താവ് വീണ്ടും വീണ്ടും കാണിക്കുന്നത്. കർത്താവ് സമർപ്പിച്ച് ഒന്നാം പ്രമാണ ലംഘനങ്ങളുടെ ഭാഗത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. കർത്താവിനെ സമർപ്പിച്ച് അലർജി രോഗം മൂലം വിഷമിക്കുന്ന വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഈശ്വരാധന, ഈശ്വരാധന, ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, 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 യേശുവേ 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 ശ്വാസതടസ്സം വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നു. ഇഷ്ടമാണ് കർത്താവ് എടുത്ത് മാറ്റുന്ന ഇഷ്ടമാണ്. ബാലൻസ് ബുദ്ധിമുട്ടുള്ള വ്യക്തിയെ ത്വക്ക് രോഗമുള്ള കർത്താവ് ത്വക്ക് രോഗം മൂലം പ്രാർത്ഥന കർത്താവ് ശരീരം മുഴുവൻ ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന വ്യക്തി കർത്താവ് സുഖപ്പെടുന്ന കർത്താവ് ഉത്തമമായിട്ട് കിഡ്നി സ്റ്റോണുള്ള വ്യക്തി കർത്താവ് പ്രാർത്ഥിക്കുന്ന വ്യക്തി കർത്താവ് സുഖപ്പെടുന്നുണ്ട്. തേനിലോ മധുരാ തേനിലോ മധുരാ യേശു ക്രിസ്തു മാധുര്യവാൻ
രുചിച്ചു നോക്കിയ കർത്തൃകൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. നിമിഷങ്ങളിൽ കർത്താവ് നമ്മൾ ഓരോരുത്തരെ വ്യക്തിപരമായി കാണുവാൻ സ്പർശിക്കുവാൻ വേണ്ടി നമ്മുടെ ഇടയിലേക്ക് വരുന്ന സ്വർഗീയ നിമിഷങ്ങളിൽ കർത്താവിനെ നമുക്ക് മനസ്സിൽ സ്തുതിക്കാം, സാധിക്കുന്നവരെയും കാണാം, ആലോചിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ വലിയൊരു സ്വാഗതം കർത്താവിൻ്റെ നമുക്ക് ഇടയിലേക്ക് കൊടുക്കാം. അങ്ങനെ അത്ഭുതങ്ങൾ വർഷിക്കാം, അടയാളങ്ങൾ വർഷിക്കാം, കൃപകൾ വർഷിക്കാം. കർത്താവിന് നമ്മളതിനെ ഒരുക്കി നമുക്ക് സമർപ്പിക്കാം. നിമിഷങ്ങളിൽ കർത്താവ് നമ്മുടെ ഇടയിലൂടെ വന്ന് പോകുമ്പോൾ ഈശോയെ സ്പർശിക്കണം, ഇത് വിടുതൽ നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരി ദാഹത്തോടെ ഈ കാലം ആലപിച്ചുകൊണ്ടേയിരിക്കാം. വലിയ വിടുതലും സൗഖ്യ നിമിഷങ്ങളെ സമൂഹത്തിലേക്ക് വർഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ ഗാനം ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി ആത്മാർത്ഥതയോടെ, ഒരു വലിയ സന്തോഷത്തോടുകൂടി ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവ് വലിയ അത്ഭുതങ്ങളും വിടുതലുകളും ഈ രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകും. ഈ ഗാനം ഒത്തിരി തീക്ഷ്ണതയോടെ ആലപിക്കുക, ഒത്തിരി തീക്ഷ്ണതയോടെ ആലപിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവ് വലിയ കൃപ നമ്മുടെ ഇടയിലേക്ക് വർഷിക്കട്ടെ. നിമിഷങ്ങളിൽ ആഗ്രഹിക്കാം, ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിമിഷങ്ങളിൽ.